everyone, welcome to another session of Finding the Roots. ചോദ്യങ്ങളുടെ വേരുകൾ തേടി നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞ മെയ് 24 കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പൊളിറ്റി ക്വസ്റ്റ്യൻസ് അല്ലേ, അതിൻ്റെ സോഴ്സസ് നമുക്കൊന്ന് നോക്കാം. സോഴ്സസ് നോക്കുമ്പോഴാണ് മക്കളെ നമ്മൾ കാണുന്നത് ഇത്രയും സിമ്പിളായിരുന്നു എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ സോഴ്സസ് ഒന്ന് നോക്കാം. ഒട്ടും വൈകിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഡിഗ്രി ലെവൽ എക്സാം ആണ്. ഇറ്റ്സ് ലൈക്ക് ഇത് നമ്മുടെ സ്റ്റേജ് 1 2025 മെയ് 24 വെരി റീസൺ നമ്മൾ ഇതേപോലെ മെയ് 24 നടന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും ഫൈൻഡ് ദ റൂട്ട്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, ലെറ്റ്സ് സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തി വെച്ചോ, നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഓർ ഈസ് ട്രൂ ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ? ആൻറ്റി ഡിഫെക്ഷൻ ലോ എപ്പോഴും PSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ, കൂറുമാറ്റം. PSC ഒത്തിരി ഇഷ്ടമുള്ള ഏരിയ ആണ് ഇത്. എപ്പോഴും ചോദിക്കും ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇതിലെന്താ പറയണതെന്ന് പറഞ്ഞാൽ 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ആഡഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 1985 52ാമത്തെ അമെൻമെൻറ്റ് ആക്ട് ആണ്, 52nd അമെൻമെൻറ്റ് ആക്ട്. ഇൻസേർട്ടഡ് ഇൻ ദി 10th സ്കെഡ്യൂൾ, 10ാമത്തെ സ്കെഡ്യൂളിലാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. 52ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. പിന്നെ ഇത് 1985 ഇതാണ് ചോദ്യം. അപ്പം ആൻറ്റി ഡിഫെക്ഷൻ ലോ പഠിക്കാണ്ട് നമുക്ക് എന്തായാലും പീസ് എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ 4 ഏതൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതിൻ്റെ റൂട്ട്, ഇത് എവിടെ നിന്നാണ് പൊക്കിക്കൊണ്ട് വന്നത് എന്നറിയണ്ടേ. നോക്കിയേ, റൂട്ട് വേറൊന്നുമില്ലടാ, 11th NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിൽ ചാപ്റ്റർ 5 ലെജിസ്ലേച്ചർ. ഓക്കെ, ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായുള്ളത്? 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദേ ഇത് നമ്മുടെ 11th NCERT ആണ് മക്കളെ. 11th NCERT വേറെ ഒരിടത്തും നമ്മൾ പോണ്ട, 11th NCERT ഉണ്ടടാ. നോക്കേ, an amendment to the constitution was made 52nd amendment act, വർഷം ദേ കൊടുത്തിരിക്കുന്നു 1985, and this is known as what? ആൻറ്റി ഡിഫെക്ഷൻ അമെൻമെൻറ്റ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ്, മനസ്സിലായോ? ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇത് 91ാമത്തെ അമെൻമെൻറ്റിൽ ഭേദഗതി ഒന്നും കൂടി എന്ത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പറഞ്ഞ് പ്രിസൈഡിങ് ഓഫീസറാണ് അതിൻ്റെ ഡിസിഷൻ എടുക്കുന്നതെന്നുള്ളത്. പ്രിസൈഡിങ് ഓഫീസർ ആരൊക്കെയാണ്? ലോക്സഭയിൽ സ്പീക്കർ, രാജ്യസഭയിൽ ചെയർമാൻ. അപ്പോൾ അവരെയാണ് ഈ പ്രിസൈഡിങ് ഓഫീസേഴ്സ് ആണ് ഈ കൂറുമാറ്റം വരുമ്പോൾ അതിൻ്റെ ഫൈനൽ തീരുമാനം, അതായത് അവസാനത്തെ വാക്ക് അവരുടെയാണ്. ഓക്കെ, അതും ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയേ, ആൻറ്റി ഡിഫെക്ഷൻ ലോ. അപ്പോൾ ക്വസ്റ്റ്യൻ പോയി നോക്കിയേ, ദേ ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റാണ്. ഇനി 10ാമത്തെ ഷെഡ്യൂൾ ആണോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ട്. 1, 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. പക്ഷേ 10ാമത്തെ ഷെഡ്യൂൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഈ ഒരു ടെസ്റ്റിനകത്ത് 10th സ്കെഡ്യൂൾ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് എടുത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു സോഴ്സ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒന്നിലേറെ സോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വേറൊരു സോഴ്സാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന. ആ സോഴ്സ് പറഞ്ഞതിന് മുമ്പേ എന്താ ഡിഫെക്ഷൻ എന്ന് പറയുന്നുണ്ട്, നമുക്കത് നോക്കാം. ദേ ലക്ഷ്മികാന്തിൻ്റെ ബുക്കുണ്ട്, ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്തിൻ്റെ ബുക്ക്. ദേ അടുത്ത സോഴ്സ് പറയുന്നതാണ് അനദർ സോഴ്സ്, ഇന്ത്യൻ പൊളിറ്റി ഓഫ് ലക്ഷ്മികാന്ത് ചാപ്റ്റർ 76 ആൻറ്റി ഡിഫെക്ഷൻ ലോയിൽ എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ
ഇത് ഈ ലക്ഷ്മികാന്തിന്റെ ബുക്ക് ഇപ്പൊ എല്ലാവരും വായിക്കുന്നുണ്ട് അല്ലേ. UPSC പഠിക്കുന്നവർ മാത്രമല്ല, PSC പഠിക്കുന്നവർ, SSC പഠിക്കുന്നവരുടെ ഒക്കെ ഒരു ചക്കര ബുക്കാണ് അല്ലേ ഇത് ലക്ഷ്മികാന്ത് എന്ന് പറയുന്നത്. ഓക്കെ, 52nd Amendment Act of 1985 പറയുന്നുണ്ട് ആഡഡ് എ ന്യൂ ഷെഡ്യൂൾ, 10th ഷെഡ്യൂൾ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിന് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറയുന്നു. സോ എന്താണ് ഉത്തരം വരുന്നത് പറഞ്ഞേ? ഓൾ ഓഫ് ദി എബോ അല്ലേ, ഓൾ ഓഫ് ദി എബോ എല്ലാം വരുന്നുണ്ട്. ആന്റി ഡിഫെക്ഷൻ ലോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടെ. കൂറുമാറ്റ നിരോധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ആന്റി ഡിഫെക്ഷൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബോണസ് പോയിന്റ് കൂടെ തരട്ടെ. എന്താണ് ഡിഫെക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഡിഫെക്ഷൻ, ഇഫ് എ മെമ്പർ റിമെയിൻസ് ആബ്സെന്റ് ഇൻ ദ ഹൗസ് വെൻ ആസ്ക്ഡ് ബൈ ദ പാർട്ടി ലീഡർഷിപ്പ് ടു റിമെയിൻ പ്രസന്റ്, അല്ലെങ്കിൽ വോട്ട്സ് എഗെയിൻസ്റ്റ് ദ ഇൻസ്ട്രക്ഷൻ ഓഫ് ദ പാർട്ടി ഓർ വോളണ്ടറി ലീവ്സ് ദ മെമ്പർഷിപ്പ് ഓഫ് ദ പാർട്ടി, ഇറ്റ് ഡീംസ് ഡിഫെക്ഷൻ. വല്ല മനസ്സിലായോ? അതെ, നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ്. അതായത് ഒരു മെമ്പർ അദ്ദേഹം എന്തെന്നറിയാമോ, നമ്മൾ പാർട്ടിയുടെ അനുവാദം കൂടാതെ എന്ത് ചെയ്തു, ആബ്സെന്റ് ആവുകയോ അല്ലെങ്കിൽ എന്താണ് കുറേ വോട്ട് ചെയ്യാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ വോട്ട് ചെയ്യാൻ കുറേ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമല്ലോ, അതിനെതിരെ നിൽക്കുകയോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് സ്വമേധ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് NCERT കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് പറഞ്ഞാൽ ഒരു മെമ്പർ, ഇപ്പോൾ സപ്പോസ് ഞാൻ എടുക്കുകയാണ്, ഇപ്പോൾ ഒരാൾ BJPയിലുള്ള ഒരാൾ, അദ്ദേഹം MP ആയി കഴിഞ്ഞു. MP ആയി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, BJP തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പോകും. അതാണ് ആന്റി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരാൾ തൻ്റെ ഇപ്പോൾ ഈ ഒരു പാർട്ടി ടിക്കറ്റിലാണല്ലോ അദ്ദേഹം ജയിച്ച് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അങ്ങനെ പാർട്ടി മാറുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. അതിനാണ് എന്ത് പറയുന്നത്, ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞത്. ഇനി കുറേ ഏരിയാസ് ഉണ്ട്. അതായത് നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചു അല്ലേ, സ്വതന്ത്ര ജയിച്ചു, അദ്ദേഹം ഒരു പാർട്ടിയിലാണ് ജയിച്ചു, അദ്ദേഹം പെട്ടെന്ന് വേറൊരു പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്താൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് നഷ്ടപ്പെടും. അപ്പം അങ്ങനത്തെ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടല്ലേ. അത് നമ്മളെല്ലാവരും പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഡിഗ്രി ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ ഉണ്ട് അല്ലേ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പം കഴിഞ്ഞ്, അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട്. SBCID നോട്ടിഫിക്കേഷൻ 4-ാം തീയതി അവസാനിക്കുകയാണ് മക്കളെ, മറക്കരുത്. നോട്ടിഫിക്കേഷൻ 4-ാം തീയതി അവസാനിക്കുകയാണ്. എല്ലാവരും പോയി പെട്ടെന്ന് അപ്ലൈ ചെയ്തോ. പിന്നെ വരുന്നത് എന്താണ്, കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ഡിഗ്രി പ്രിലിംസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അന്നേരം പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇപ്പം ജസ്റ്റായിട്ട് നിങ്ങൾക്ക് തന്നതാണേ. ഓക്കെ, അപ്പോൾ ഡിഫെക്ഷൻ ഒരു ബോണസ് പോയിന്റ് കിട്ടിയില്ലേ? അതെ. ഞാൻ അടുത്ത ചോദ്യം നോക്കിക്കേ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ് ആൻഡ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയുന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂട്ടോ നോക്കിക്കേ. ഇതും 11th NCERT ആണ്. ഇതിൻ്റെ ഇതും ഈ മലയാളത്തിലെ ചോദ്യമാണ് കേട്ടോ. നമുക്ക് രണ്ടും പഠിക്കണം അല്ലേ. ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, മലയാളം അറിഞ്ഞിരിക്കണം. നമ്മൾ ഒന്നിലും പിന്നിലോട്ട് പോകാൻ പാടില്ല. അതെ, ഓക്കേടാ. ഇതിൻ്റെ സോഴ്സ് നോക്കിക്കേ. നമ്മുടെ 11th NCERTയിലുള്ള ചാപ്റ്ററിലുള്ളതാണ്. The Constitution was adopted on 26th November 1949. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. അടുത്തത് came into force എന്നാണ് വന്നത്? 26th January 1950. ഇനി എത്രയാൻ കഴിയത്തില്ലേ? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്തത് നവംബർ 26, 1949, ജനുവരി 26, 1950. സംശയമുണ്ടോ? അഡോപ്റ്റഡ് ആൻഡ് ഇനാക്റ്റഡ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ സോഴ്സ് നോക്കിക്കേ. അപ്പോൾ 11th NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഇതിന് എന്തോരം ചോദ്യങ്ങളാണ് വന്നത് നോക്കൂ. ഓക്കെ, അടുത്തത് പ്രസിഡന്റ്സ് റൂൾ ക്യാൻ ബി ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഫെയിലിയർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി. എല്ലാവരും ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ നോക്കിക്കോണം കേട്ടോ. അത് എപ്പോഴും പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്യൂ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രസിഡന്റ്സ് റൂൾ അല്ലേ, ആർട്ടിക്കിൾ 352 ഉണ്ട്, 356 ഉണ്ട്, 360 ഉണ്ട്, 368 ഉണ്ട് അല്ലേ. ഇതിന്റെ സോഴ്സ് നോക്കിക്കേ. 11th NCERT ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചാപ്റ്റർ 7 ഫെഡറലിസം. ഇത് എൻ്റെ മലയാളമാണ്. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ
ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ്. ആർട്ടിക്കിൾ 352, 356, 360, 368. One of the most controversial articles in the Constitution is Article 356, which provides for president's rule in any state. രാഷ്ട്രപതി ഭരണത്തെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒന്നും നമ്മളിവിടെ നോക്കേണ്ട കാര്യമില്ല, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതിൻ്റെ പ്രസിഡൻസ് റൂളിൻ്റെ കാലാവധി എത്ര പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 3 years. ഒരു ബോണസ് പോയിന്റ് ആണ്. എക്സ്റ്റെൻഡഡ് ടു 3 years, 3 വർഷം വരെ പോവാം അല്ലേ? അപ്പൊ 356 ആർട്ടിക്കിൾ പറയുന്നത് രാഷ്ട്രപതി ഭരണമാണ്, പ്രസിഡൻസ് റൂൾ. പ്രസിഡൻസ് റൂള് അംഗീകരിക്കുന്ന 2 മാസത്തിനകത്ത് 2 ഹൗസസ് അംഗീകരിക്കുക. അത് കഴിഞ്ഞിട്ട് 3 വർഷം വരെ പോകാം അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് സംഭവിക്കും? പ്രസിഡൻസ് റൂളിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? മന്ത്രിസഭ ഡിസ്മിസ്ഡ്. മന്ത്രിസഭ എന്താ, അത് അവസാനിക്കും അല്ലേ? MLA സ്ഥാനമല്ല, മന്ത്രിസഭ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിസ്മിസ് ചെയ്യും അല്ലേ? ഉറപ്പായിട്ട് അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് 1959. കൂടുതൽ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം. എപ്പോൾ പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്, നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി ക്ലാസ്സിൽ, കോഴ്സസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇത് കൂടുതൽ അറിയുന്നതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ലേ? അപ്പോൾ പോരെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നത് വ്യക്തമായും സ്പഷ്ടമായിട്ടും നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത, അപ്പോൾ നമുക്ക് ഒരു കാര്യം നോക്കാടാ, ഇതിന്റെ ബാക്കി ഓപ്ഷൻസ് നോക്കിയേ. ആർട്ടിക്കിൾ 352 എന്താണ്? നാഷണൽ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ. പിന്നെ 360 ഫിനാൻഷ്യൽ എമർജൻസി, എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥ. പിന്നെ ആർട്ടിക്കിൾ 368 എന്താണ്? അമെൻമെന്റ് പ്രൊസീജിയർ, അമെൻമെന്റ്സ്. അതായത് ഒരു ഭരണഘടനയിൽ അമെൻമെന്റ്സ് നടത്താം, അല്ലെങ്കിൽ ഭേദഗതികൾ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 368. മനസ്സിലായോ? അതായത് ഒരു ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഭരണഘടനയിൽ ഇപ്പം ഭേദഗതി കൊണ്ടുവരും, അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറയുന്ന, അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് എന്ത്? 368. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മൾ ഓപ്ഷൻ പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഇനി സ്റ്റേജ് 2 എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ 356 ഇപ്പോൾ ചോദിച്ചു, ഇനി നാഷണൽ എമർജൻസി ചോദിക്കാം, അല്ലെങ്കിൽ അമെൻമെന്റ് പ്രൊസീജിയർ ചോദിക്കാം. അതും ഈ ആർട്ടിക്കിൾസ്. അപ്പോൾ നമുക്ക് ലേൺ ഫ്രം ദി ഓപ്ഷനിൽ നിന്ന് നമ്മൾ അടുത്ത ചോദ്യം ഉണ്ടാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ അമെൻമെന്റ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ ആസ് മിനി റിവിഷൻ. അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്? എല്ലാവരും പോസ്റ്റ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിച്ച് വെച്ചേക്കുക. നമുക്ക് റൂട്ട് നോക്കാം. 11th NCERT ചാപ്റ്റർ 9. ഇത് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. The 42nd amendment was particularly seen as wide-ranging amendment affecting large parts of the constitution. ഇതിനകത്ത് മിനി റിവിഷൻ എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് തന്നെ 42nd അമെൻമെന്റിന്റെ പ്രാധാന്യമാണ്. എന്നുവെച്ചാൽ ഈ 42nd അമെൻമെന്റിൽ ഏകദേശം 53ഓളം 53ഓളം അമെൻമെന്റ്സ് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് അമെൻമെന്റ്സ് വന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് 42ാമത്തെ അമെൻമെന്റ് 1976 വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇതിൽ എടുത്തു പറയുന്നില്ല. പക്ഷെ ഈ ഒരു ഏരിയയിലാണ് 42nd അമെൻമെന്റിനെ പറ്റി പറയുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, ഈ ചാപ്റ്ററിൽ, NCERT അങ്ങനെ പറയുന്നുണ്ട്. ഇതിനകത്ത് അഫക്റ്റിംഗ് ലാർജ്, ഒത്തിരി ഭാഗങ്ങളെ ബാധിക്കുമെന്ന് പറയുമ്പോഴറിയാം ഒരു വലിയ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഇതിന് വന്ന മാറ്റങ്ങളെയാണ്. നമ്മൾ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മിനി റിവിഷൻ എന്ന് പറയുന്നത്, കാരണം റിവിഷൻ എന്താണ്? മാറ്റം വരുത്തുന്നത്. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒത്തിരി മാറ്റങ്ങൾ, ഒരു ചെറിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് 42nd അമെൻമെന്റ് കൊണ്ടുവന്നത്. അതിന് നമ്മൾ 42nd അമെൻമെന്റിന്റെ ആൻസർ വരുന്നേ. അപ്പോൾ ഇത് ലക്ഷ്മികാന്തിന്റെ ഒരു ഏരിയയിലുള്ളതാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. 42nd അമെൻമെന്റിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം.
24th അമെൻമെന്റ് എന്ന് പറയുന്നത് പാർലമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണ്, അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏത് ഭാഗം വേണമെങ്കിലും പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് 24th. 25 എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പറ്റി പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 25 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 42 നമ്മൾ കണ്ടു, മിനി റിവിഷൻ. 42nd വരുന്നത് നമ്മുടെ എമർജൻസി പ്രൊവിഷൻസിൽ തന്നെ, അതായത് നമ്മുടെ അടിയന്തരാവസ്ഥ ആ ഒരു ഏരിയയിൽ വരുന്ന എമർജൻസി പ്രൊവിഷൻസിൽ വന്ന കുറേയേറെ ഒത്തിരി മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൽ ബന്ധമായി കുറേ കാര്യങ്ങൾ വരുന്നതാണ് 44th അമെൻമെന്റിൽ വരുന്നത്. ഇപ്പോൾ 24 പറഞ്ഞത് പാർലമെന്റ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ ലിമിറ്റാണ്, ഒരു പരിധിയുണ്ട്. പാർലമെന്റിന് എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം മാറ്റം വരുത്താൻ പറ്റില്ല. അതിനെക്കുറിച്ചുള്ളത് 25th എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടിയിൽ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഭേദഗതിയാണ്. അപ്പം ഇനി പഠിക്കേണ്ടത്, അടുത്ത സ്റ്റേജുകാർ പഠിക്കേണ്ടത് ഈ ഒരു ഓപ്ഷൻസും കൂടെ അങ്ങ് പഠിച്ചു വെച്ചോളുക. ഓക്കെ, അടുത്തൊന്ന് ക്വസ്റ്റ്യൻ നോക്കിയടാ. ആർട്ടിക്കിൾ 17 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് ടു, സിമ്പിളാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്ലസ് DPSP, എമർജൻസി, പിന്നെ പ്ലസ് പാർലമെന്റ്, ഇതൊക്കെയാണ് നമ്മുടെ കേരള പി എസ് സി എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെയും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം എടുത്ത് അവരുടെ പ്രിയപ്പെട്ട ഏരിയാസ് ഇതൊക്കെ തന്നെ. പ്രധാനപ്പെട്ടതുമായി ഫണ്ടമെന്റൽ റൈറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൗലിക അവകാശങ്ങളെ കുറിച്ചൊരു ചോദ്യമില്ലാത്ത ഏതെങ്കിലും PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ആർട്ടിക്കിൾ 17 സോഴ്സ് നോക്കാം. സോഴ്സ് 11th NCERT ഉണ്ട്. 11th NCERTക്കകത്ത്, ഇത് ഇംഗ്ലീഷാണ്, എൻ്റെ മലയാളമാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ഒന്നാമത്തത് തുല്യ അവസരത്തിനുള്ള അവകാശം, അടുത്തത് പദവികൾ നിർത്തലാക്കൽ, നാലാമത്തത് ചൂഷണത്തിനെതിരായ അവകാശം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. നമുക്ക് ചോദ്യം നോക്കാം. NCERT പറഞ്ഞിരിക്കുന്നത് പ്രാക്ടീസ് ഓഫ് അൺടച്ചബിലിറ്റി ഈസ് വൺ ഓഫ് ദി ക്രൂഡസ്റ്റ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഇൻഇക്വാളിറ്റി. ഇത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ടു ഇക്വാളിറ്റിയിൽ വരുന്നതാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി ആ ഒരു ഏരിയയിലാണ് വന്നിരിക്കുന്നത്. 17 പറയുന്നില്ല, പക്ഷേ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്ത് ഒരു കൃത്യമായിട്ട് പറയുന്നുണ്ട് റൈറ്റ് ടു ഇക്വാളിറ്റി എവിടെ മുതലാണ് 14 to പോരട്ടെ അതെ 14 to 18 അല്ലേ? റൈറ്റ് ടു ഫ്രീഡം എവിടെ മുതലാണ് 19 to 22. അതെന്താണ് 23 to 24. ഫ്രീഡം ഓഫ് റിലിജൻ 25 to 28. അടുത്തത് 29, 30 അല്ലേ? ഇതൊക്കെയാണ് ആർട്ടിക്കിൾസ് വരുന്നത് അല്ലേ? ഇതിനകത്ത് 14, ഇത് 14, ഇത് 15, ഇത് 16, ഇത് 17, ഇത് 18. സോ 17 ആണ് എന്ത്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി വരുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് ആർട്ടിക്കിൾസ് എടുത്ത് പറഞ്ഞിട്ടില്ല NCERT. പക്ഷെ നമുക്കിത് വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവണം. നമ്മൾ ഓൾറെഡി പഠിക്കുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിന് വേറൊരു സോഴ്സും കൂടെ ഉണ്ട്. ലക്ഷ്മികാന്തിൽ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 17 അബോളിഷസ് അൺടച്ചബിലിറ്റി. ഈ ഒരു ബുക്ക് നല്ലൊരു പുസ്തകമാണ് കേട്ടോ. NCERT ആണ് മെയിൻലി, പക്ഷെ ഇതൊരു എക്സ്ട്രാ നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് കുറെ പോയിന്റ്സ് കിട്ടും. സോ അൺടച്ചബിലിറ്റി ഓക്കേടാ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ് ആർട്ടിക്കിൾ 17 വരുന്നത്. റൈറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഏതാണ് ആർട്ടിക്കിൾ 16. അബോളിഷൻ ഓഫ് ടൈറ്റിൽ ആർട്ടിക്കിൾ 18. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്താണ് ആർട്ടിക്കിൾ? പറഞ്ഞോ? അതെ, കറക്റ്റ്. ആർട്ടിക്കിൾ നമ്മൾ 24. മനസ്സിലായല്ലേ? അപ്പം ഇത്രയാണ് നമ്മുടെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ അടുത്ത ഈ ഓപ്ഷനിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇപ്പം 17 നമുക്ക് ചോദിച്ചെങ്കിൽ ബാക്കി 16, 8, 24 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത സ്റ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സ്റ്റേജ് ജൂൺ 28-നല്ലേടാ. അപ്പോൾ അന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് വളരെ 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 കൂടുതലാണ്. ഓക്കെ, 23, 24 ആണ് വരുന്നത്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഫൈൻഡിങ് ദ റൂട്ട്സ്
അവസാനിച്ചിരിക്കുകയാണ്. പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ സെഷൻ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അതിൻ്റെ സോഴ്സ് അറിഞ്ഞിരിക്കുന്ന എന്തിനാണ്? ഇനി വരുന്ന എക്സാംസിന് പഠിക്കാൻ വേണ്ടിയിട്ട്, അത്ര മാത്രം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനിയും നമുക്ക് അടുത്ത സബ്ജക്ട്സിൻ്റെ ഫൈനൽ റൂൾസ് വരുന്നുണ്ട് ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വരുന്ന ബാക്കി ഓപ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സ്റ്റേജ് എക്സാം എളുപ്പമായിരിക്കും. അപ്പോൾ June 28 അടുത്ത സ്റ്റേജിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വക വളരെ വളരെ വലിയൊരു വിജയാശംസകൾ. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.